ഇബ്രാഹിം നബിക്ക് ഈ മക്കളോടോ അല്ലെങ്കിൽ പ്രപഞ്ചനാഥനോടോ സ്നേഹം എന്ന യാഥാർത്ഥ്യത്തെ പ്രകടിപ്പിക്കണം. നിങ്ങൾ അള്ളാഹുവിനാണ് സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന മകനെ ഉപേക്ഷിക്കാനാവും. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് മകനെയാണ്, അല്ല ഭാര്യനാണ്, അല്ല കുടുംബത്തെയാണ്. കുടുംബത്തെ ഉപേക്ഷിച്ച് പോകാനാവും. എന്നിട്ട് ആരെ സ്നേഹിക്കുക? പ്രപഞ്ചനാഥനെ സ്നേഹിക്കുക. പ്രപഞ്ചനാഥൻ അറിഞ്ഞു വരുമ്പോഴോ അത് തന്നെയാണ് കുടുംബം മനസ്സിലാവും. തിരിച്ചു ഇവിടെ വരും. അപ്പൊ ആദ്യം നിങ്ങൾ വിട്ടുപോയാൽ പറ്റും, അല്ലെങ്കിൽ പ്രശ്നം. ആദ്യം വിട്ടുപോയി പിന്നെ തിരിച്ചു വരൂലേ? തിരിച്ചു വരും. അപ്പം പിന്നെ അറിയുക എല്ലാം അത് തന്നെയാണ്. അപ്പം പിന്നെ എങ്ങനെ വിട്ടുപോകുന്നത്? തിരിച്ചു വരും. ഞാൻ നമ്മളെ കുട്ടികളോട് പറയും, ഒന്നും അറക്കണ്ടത്. കാരണം നമ്മളെ മനസ്സിലായില്ലേ ആർക്കാന്ന്. ഇപ്പൊ ഇവിടെ അറുത്തിട്ട് ആർക്കാ കൊടുക്കുന്നത്? കൊളസ്ട്രോളും മറ്റൊന്നും അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക്. ഇപ്പൊ രോഗങ്ങൾ ഭക്ഷണം അമിതമായിട്ടിടാം. വീണ്ടും കൊണ്ടേ നമ്മൾ അവർക്ക് രോഗം കൂട്ടി അവരെ കൊല്ലാനുള്ള സാധനമായി മാറി, പോയിസണായി മാറിയിട്ട് ഈ ഭക്ഷണം. ഈശ്വരനും അള്ളാഹും കൊളസ്ട്രോളും അതെല്ലാം നിറഞ്ഞിരിക്കുക. പിന്നെ അതിനെ കൊണ്ടേ കുട്ടിച്ചീരി കൊടുത്തിട്ട് കൊല്ലാൻ നടക്കുക നിങ്ങൾ. കാരണം അത് ഇബ്രാഹിം നബിക്ക് പറസാക്കി ചോദിച്ചാൽ മതി. ഇബ്രാഹിം നബി മകനെയാണോ മക്കളില്ലാതെ ഒരു കുട്ടി ജനിച്ചു ഒരുപാട് വയസ്സായതിനു ശേഷം. അങ്ങനെ കുട്ടിയെ അതിയായ പ്രേമത്തിലും സ്നേഹത്തിലാവും. അപ്പം തൻ്റെ മനസ്സ് തന്നെയാണ്, വേറെ അല്ല ചോദിക്കുന്നത്. നമ്മളുടെ മനസ്സിൽ നിന്ന് ഞാൻ അള്ളാഹുവിനെ വിട്ട് മകനെ സ്നേഹിക്കുന്നല്ലോ. അപ്പോൾ മകനെയാണോ അള്ളാഹുവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നത്? അപ്പോൾ മകനെ അർത്ഥകളിയാണ്. മകൻ വേണ്ട, എനിക്ക് ആത്മാവായ അള്ളാഹു മതി എന്നുള്ള തലത്തിലേക്ക് പോവാം. പിന്നെ ബോധോദയം അവിടുന്ന് ബോധിക്കുകയാണ് അള്ളാഹു തന്നെയാണ് മോൻ. അവിടുന്ന് ഉപേക്ഷിക്കുകയാണ്. അതിന് പിന്നെ പകരം ആട്ടിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ആരാ ആട്ടിന് കൊടുക്കാനുള്ളത്? കഥ മാറിയില്ല. കഥ മാറി.